ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി കേട്ടോ ഇത്. രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ അല്ലുവിനെ കൊണ്ടാക്കാനായിട്ട് പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ പൂക്കളം ഇട്ടേക്കുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ റിയലൈസ് ചെയ്യുന്നത് തന്നെ ഇന്ന് അത്തം ആണെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും പൂക്കളം ഇടണമല്ലോ, എനിക്ക് കണ്ടൻറ്റ് വേണമല്ലോ. അതാണ് ഏറ്റവും വലിയ മെയിനായിട്ടുള്ള ഇത്. കണ്ടൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പം ഒരു 2 ദിവസമായിട്ടുള്ളൂ സൗഭാഗ്യ വെങ്കടേഷ് ഇല്ലേ, നമ്മുടെ താര കല്യാണിയുടെ മോളുടെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണുന്ന ആളാണ്. അപ്പം അതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരാൾ വീഡിയോ, അതായത് ഷീ ഈസ് ഓൾസോ സെറ്റിംഗ് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ട്, അതായത് പുള്ളിക്കാരി ചെയ്യുന്നതാണ് ശരി എന്നുള്ളത്. പക്ഷെ പുള്ളിക്കാരിയുടെ വീഡിയോയിൽ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ചെയ്യുന്നതാണ് ശരി. കോണ്ടൻറ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുന്നതുണ്ട്, അല്ലെങ്കിൽ DIY ചെയ്യുന്നതുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഒരാളുടെ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആരും ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യുന്നത് കാര്യമല്ലല്ലോ. ഫോഴ്സ് ചെയ്യുമ്പോഴാണ് അത് ഓക്കെ, നമുക്കതിനെ എതിർക്കാൻ പറ്റുന്നത്. ഒരാൾ അവനവൻ്റെ ഇഷ്ടത്തിന് ഒരാളുടെ പേഴ്സണൽ ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അത് പബ്ലിക്കലി ഷെയർ ചെയ്യുന്നത് അയാൾക്ക് അത്രയും ആ ഒരു ചെയ്യുന്ന ജോലിയോടുള്ള, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി സന്തോഷം കൊടുക്കുന്നതുകൊണ്ടാവത്തില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് കോണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ താഴെ ഇങ്ങനെ എന്താ പറയുക, പട്ടിപ്പണി, കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പം ഒരു കോണ്ടൻറ് ക്രിയേറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. കാര്യം ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന എനിക്ക് ക്യാമറാമാൻ ഇല്ല, എഡിറ്റ് ചെയ്യാൻ ആളില്ല, ഇതെല്ലാം വൺ മാൻ ഷോയാണ്, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഒരു കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കണം. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ല. എനിക്ക് കോണ്ടൻറ്റ് കിട്ടുമ്പോഴാണ് ഞാനത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ഇടാറ്. പക്ഷേ അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പേസ് ഉണ്ട്, ടൈമുണ്ട്, എനിക്കിഷ്ടമുള്ളപ്പോഴാണ് ഞാൻ ഇടുന്നത്. പക്ഷെ ഡെയിലി വീഡിയോ ഇടുന്ന ഒരാളുടെ ബുദ്ധിമുട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? അയാൾക്ക് വീഡിയോ എടുക്കാൻ ആളില്ല. ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലല്ല, നോർമലി ഒരു എന്താ പറയുക, കയറി വരുന്നൊരു യൂട്യൂബ് ചാനൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസിൻ്റെ കാര്യമൊന്ന് ഓർത്ത് നോക്കിയേ. അവരെല്ലാവരും പീക്ക് ലെവലിൽ എത്തുന്നതിന് മുന്നേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെനിക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു 10% ഞാൻ ചെയ്യുന്നുള്ളതുകൊണ്ടാണ്. കാര്യം ഒരു വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, എല്ലാം സ്വയമേ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതും മനസ്സിലാക്കത്തില്ല, അതിന് മുന്നേ തന്നെ വീട്ടുപണി എടുക്കുന്നതാണ് നല്ലത്. ഈ പറയുന്ന ഒരു കണ്ടൻറ് ക്രിയേറ്റേഴ്സും എവിടെയും പറഞ്ഞിട്ടില്ല, സൗഭാഗ്യമോ അല്ലെങ്കിൽ പോട്ടെ ഇപ്പം നമ്മുടെ കല്യാണിയോ, ഇപ്പം കൊല്ലത്തുനിന്ന് ഒരുപാട് പേരുണ്ടല്ലോ, ഞാനും കൊല്ലത്തുനിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരും പറഞ്ഞിട്ടില്ല ഇതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി. ബൈ ദ വേ അതൊരു കുന്നിക്കുരുവായിരുന്നു കേട്ടോ, ഞാനൊന്ന് തൃശ്ശൂർ പോയപ്പോൾ വാങ്ങിയത്. അപ്പോൾ ആരും പറയുന്നില്ല എവിടെയും ഇതാണ് ശരി എന്നുള്ളത്. അവരവർക്ക് ഇഷ്ടമുള്ള, ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരുമുണ്ട്, വർക്ക് ചെയ്യാതെ വീട്ടിലിരുന്ന് ഈ ഹോം മേക്കിംഗ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഹോം മേക്കിംഗ് ഒരിക്കലും ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. അത് ഫോഴ്സ് ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ അത്രയും ഒരു എന്താ പറയുക, അതൊരു സംസാര വിഷയമാകുന്നതോ അല്ലെങ്കിൽ അതൊരു ഡിസ്കഷന് വേണ്ടി നമുക്ക് ടോപ്പിക് എടുക്കാൻ പറ്റുന്നതോ. ഈ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് എല്ലാവരും, പിന്നെ അതിന് മുന്നേ ഒരു പറയാനുള്ള കാര്യം, ഒരാളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റ്മോസ്റ്റ് എയിം എന്ന് പറയുന്നത് ഏർണിംഗ് തന്നെയാണ്. അതിൽ നിന്ന് എനിക്കൊരു ഏർണിംഗ് ഉണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പം അതിന് 9 to 5 ജോബ് ചെയ്യാൻ ഇഷ്ടമുള്ള ആരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ലല്ലോ. കുറച്ച് പേരല്ലേ ഇത് തുടങ്ങുന്നുള്ളൂ. കാര്യം ശരി, എനിക്ക് 9 to 5 ജോബ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വന്ന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്. അപ്പം ഫേസ് ടു ഫേസ് ക്യാമറയിലിരുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത്രയൊന്നും പറയാൻ പറ്റത്തില്ലായിരിക്കും എനിക്ക്. മേ ബി ചിലപ്പോൾ എൻ്റെ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ ഞാൻ റൂഡായിട്ട് സംസാരിക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാട്ടോ ഇങ്ങനൊരു വീഡിയോയിൽ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഡെയിലി ഒരു കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ആ ഒരു മെയിൻ സ്ട്രീമിലോട്ട് വരാത്തത്. അതിന് വിഷമമൊന്നുമില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നവർക്ക് മാത്രം ഏതെങ്കിലും ഒരു പോയിന്റിൽ ക്ലിക്കാവുന്നൊരു സംഭവമാണ് യൂട്യൂബ് എന്നുള്ളത്. അതെനിക്ക് നല്ല വൃത്തിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതുകൊണ്ട് ജഡ്ജ് ചെയ്യാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കുക. ഇതിഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്വൈപ്പ് ചെയ്ത് കളയാനും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യാനും കാണാതിരിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞു വന്നത്, ഇഷ്ടമുള്ളത് മാത്രം കണ്ടാൽ മതി. ആരെയും അങ്ങനെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ജഡ്ജ് ചെയ്യണ്ട. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും രാവിലെ അല്ലുവിനെ കൊണ്ടാക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഞാൻ കളക്ട് ചെയ്ത പൂക്കളാട്ടോ ഇത്. ഒരാഗ്രഹം,
അല്ലുമോളില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. സ്കൂളിൽ വിട്ടിട്ടാണ് ഇപ്പോൾ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് തുടങ്ങും, അമ്മ ഞാനില്ലാതെ പൂക്കളം ഇട്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും സാരമില്ല. അപ്പം അപ്പോൾ ഈ കോണ്ടൻറ്റ് ഇപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് എൻ്റെ 1 മണിക്കൂറത്തെ പരിപാടിയാണ് നിങ്ങൾ ഈ പെട്ടെന്നൊരു 5-6 മിനിറ്റിലൊക്കെ കാണുന്നത്. അപ്പോൾ അത്രയും പെയിൻ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ബിക്കോസ് വീഡിയോ എടുക്കുന്നത് എനിക്കിഷ്ടമാണ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അപ്പം അതിനെ ആരായാലും അപ്രിഷ്യേറ്റ് ചെയ്യാനല്ലേ നോക്കേണ്ടത്, അല്ലാതെ അതിനെ ഇതിന് വലിയ കാര്യമായിരിക്കത്തില്ല. ചിലവർക്ക്, കുറച്ച് പേർക്ക് ഇതൊന്നും വലിയ കാര്യമായിരിക്കത്തില്ല. അതുപോലെ ഒരു 9 to 5 ജോബ് ചെയ്തിട്ട് ഒരു ഫേമിൽ ജോലിക്ക് പോയിട്ട് വീണ്ടും വീട്ടിൽ വന്നിട്ട് ആഫ്റ്റർ ലൈഫ് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആഫ്റ്റർ ലൈഫ് കോണ്ടൻ്റായിട്ട് ഷെയർ ചെയ്യുന്നവരുമുണ്ട്. അവരുടെയും കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അപ്പോൾ അതാ പറയുന്നത്, ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ചെയ്ത ആൾക്ക് എന്തോരം വിഷമം ഉണ്ടാക്കും. അതിനെക്കാട്ടും നല്ലത് അത് ഇഗ്നോർ ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട, അത്ര തന്നെ. പക്ഷെ അതിനകത്ത് വന്നിരുന്ന് ഇതേപോലെ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടാതിരിക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ പൂക്കളം ഏതാണ്ട് തീരാറായി. ഞാനൊരു വഴിയായിരുന്നു കേട്ടോ. ഞാൻ ഓർത്തു പെട്ടെന്ന് ഇടാൻ പറ്റും എന്നൊക്കെ. പക്ഷേ ഒറ്റയ്ക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള. പക്ഷേ ഇട്ട് കഴിഞ്ഞത് കണ്ടപ്പോഴത്തേക്ക് എന്തായാലും മനസ്സിനൊരു സന്തോഷമുണ്ട്. എന്താ ഈ 10 ദിവസം ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ മാക്സിമം പറ്റുന്ന അത്രയും ഞാൻ നോക്കാം കേട്ടോ. പൂക്കൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ചെടിക്കുമൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഇന്നത്തെ ദിവസം എൻ്റെ സ്റ്റാർട്ട് ചെയ്തത് നല്ല പോസിറ്റീവായിരുന്നു. ഓക്കെ, ബൈ. അപ്പോൾ ബാക്കിയെല്ലാം നാളെ.